ഈ രാഹുൽ ഗാന്ധിയോട് ഈ തെളിവ് അഫിഡവിറ്റിൽ കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. വാസ്തവത്തില് എൻ്റെ അഭിപ്രായത്തില് അത് തെറ്റായ ഒരു നടപടിക്രമമാണ്. അത് ഈ ഇലക്ടറൽ ഓഫീസേഴ്സിന് ഒരുപക്ഷെ നിയമം അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് അവർ നീങ്ങിയത്. കാരണം ആ ഒരു നടപടിക്രമം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലാണ് ഈ മാതിരി കാര്യങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും ഒരാളിന്റെ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ അത് കോൺട്രവേഴ്ഷ്യൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് നൽകാനും സാധിക്കുന്ന ഒരു പ്രൊവിഷനാണത് നിയമത്തിലുണ്ടത്. പക്ഷെ അത് ആ ഒരു സ്റ്റേജിലാണ്. ഇതിപ്പോ അതല്ലല്ലോ. അതും കഴിഞ്ഞു, ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ഇലക്ഷൻ നടന്നു, അതിനുശേഷം 15-16 മാസങ്ങൾക്ക് ശേഷമാണല്ലോ രാഹുൽ ഗാന്ധി ഈ ഒരു ഡിസ്ക്ലോഷറുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ നിയമം അവർ കോട്ട് ചെയ്യുന്നത് തികച്ചും അബദ്ധമാണ്. ആ നിയമമല്ല. പക്ഷെ ഒരു പൗരന് ഇലക്ടറൽ ലിസ്റ്റ് ഏത് സമയത്തും പരിശോധിക്കാനുള്ള അവകാശം ഉണ്ട്.